ആസ്റ്റർ ലാബ് ഓണവിശേഷങ്ങൾ എത്തിയിരിക്കുന്നത് ആസ്റ്റർ ലാബിൽ തന്നെയാണ്. നമുക്കറിയാം കുന്നത്തങ്ങാടിയിലാണ് ആസ്റ്റർ ലാബ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളെല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ലൊരു പാക്കേജുകളൊക്കെയാണ് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഓഫർ പ്രൈസ് അടക്കം 1099, 1499, 2499. എനിക്ക് തോന്നുന്നു MRP 4870 രൂപ വിലയുള്ള ടെസ്റ്റുകളെല്ലാം, ഒരു പാക്കേജ് ടെസ്റ്റുകൾ ഓഫർ പ്രൈസ് അടക്കം 2499 രൂപയ്ക്കാണ് ആസ്റ്റർ ലാബിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുന്നത്തങ്ങാടിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. എന്തുതന്നെയാണെങ്കിലും ഈ ഓണത്തിന് നമുക്കറിയാം ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. ജീവിതത്തിലെ ലാബ് സംബന്ധമായ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുന്നത്തങ്ങാടിയിൽ മികച്ച ഒരു സേവനം നടത്തുകയാണ് ആസ്റ്റർ ലാബ്. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു, ആസ്റ്റർ ലാബ്സ്, കുന്നത്തങ്ങാടി, തൃശൂർ. നമ്മളിതാ ഓണത്തിന് എങ്ങനെയാ ഫ്രൂട്ട്സിന് തിരക്കുണ്ടോ? തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. സ്ഥിരമായിട്ട് കച്ചവടം നടത്തുന്ന ആളാണ്. എത്ര വർഷമായിട്ട്? ഒരു 4 വർഷമായി. 4 വർഷമായിട്ട്. പേര്? പ്രസാദ്. പ്രസാദേട്ടന് ഈ ഐറ്റംസ് ഒക്കെ തൃശ്ശൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്? അതെ. ഡെയിലി പോവുമോ? രാവിലെ ഡെയിലി പോകും. ഇവിടെ ഓണത്തിന് സ്വാഭാവികമായിട്ടും ഈ ഫ്രൂട്ട്സും ഇപ്പോൾ പഴയ പോലെ അല്ല, പഴം മാത്രമല്ല ഇങ്ങനെയുള്ള ഫ്രൂട്ട്സും ചിലവുണ്ട്. ഓണം എങ്ങനെയാ വീട്ടിലെങ്ങനെ? വീട്ടിൽ കുഴപ്പമില്ല, ആഘോഷിച്ചു വരുന്നു. ആരൊക്കെയുള്ള വീട്ടിലിപ്പോ വൈഫ്, 2 കുട്ടികൾ. ഓണത്തിന്റെ സമയത്ത് ഇതുണ്ടോ? തുറക്കാറുണ്ട്. തിരുവോണം നല്ല മുടക്കാറില്ല. വീട്ടിലെ ഓണത്തിന് എങ്ങനെയാ? അത് നമ്മള് വേറെ ആളെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണവിശേഷത്തിൽ ഇപ്പോൾ ഞങ്ങൾ കുന്നത്തങ്ങാടി നെസ്റ്റിലാണ് എത്തിയിരിക്കുന്നത്. നെസ്റ്റ് ബേക്കറിയിൽ ഓണവിശേഷവുമായി ബന്ധപ്പെട്ട് നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുകയാണ്. അവിടെ ചിപ്സ്, വറവ് ഐറ്റംസുകളെല്ലാം തന്നെ സ്റ്റോക്ക് ഉണ്ട്. എങ്ങനെയാണ് ചേച്ചി, എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ? അത് കായ ചിപ്സിന് 550 1 കിലോ, ശർക്കര വരട്ടിക്ക് അതേ സെയിം റേറ്റ് ആയിരുന്നു 550. പിന്നെ 400 ഉണ്ട്, 400 300. പിന്നെ ഇങ്ങനെ തിരക്കൊക്കെ ഉണ്ടോ? അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കിലേക്ക് എത്തും. വീട്ടിലെങ്ങനെ? എന്റെ പേര് ബിന്ദു. എവിടെ സ്ഥലം? എവിടെ? പരിക്കാട്. എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കൊക്കെ വീട്ടിലെങ്ങനെയാ? നടന്നുകൊണ്ടിരിക്കണം. ഇങ്ങോട്ട് നേരത്തെ ഒക്കെ വന്ന് നേരം വൈകിട്ടൊക്കെയാണ്. വീട്ടിലായിരിക്കുള്ളേ? വീട്ടില് ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഓണത്തിന് അന്ന് അവധി ആയിരിക്കും? ഇല്ല, അവധി ഇല്ല. ഞങ്ങളുടെ ഓണം ഇവിടെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലാണെങ്കിലും അത്യാവശ്യം എല്ലാം സ്റ്റോക്കുകളൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് ഉപ്പേരിയൊന്നും ഇല്ലാതെ നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മലയാളികളുടെ ആ ഒരു വിശ്വാസം തന്നെ. നെസ്റ്റിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മറ്റുള്ള ഓണവിശേഷങ്ങളുമായി മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കും ആളുകളിലേക്കും വ്യക്തികളിലേക്കൊക്കെ ഞങ്ങളൊന്ന് കടന്നു പോവുകയാണ്. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു, ആസ്റ്റർ ലാബ്സ്, കുന്നത്തങ്ങാടി, തൃശൂർ. നമ്മളിപ്പോൾ കുന്നത്തങ്ങാടിയിലുള്ള ചെറിയത്ത് ബേക്കറിയിലാണ് വന്നിരിക്കുന്നത്. 4 നുറുക്ക് തൊട്ട് പഴം, അതുപോലെ തന്നെ ചിപ്സ് ഐറ്റംസുകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ശർക്കര ഉപ്പേരി അടക്കമുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം ചോദിക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കായവറവ് കിലോ 480 രൂപ, ശർക്കര വരട്ടി 480. പഴം 440 രൂപ കിലോ. എങ്ങനെയാണ്? ഓണത്തിരക്കായി തുടങ്ങിയോ? ഇല്ല, 2 ദിവസം കഴിഞ്ഞാൽ ആവുള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്കറിയാൻ പറ്റും, ഈ ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ചിപ്സ് ഐറ്റംസുകൾ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തുന്നത്. ഓണം കഴിഞ്ഞാലും അതിങ്ങനെ ബന്ധുമിത്രാദികളുടെ വീടുകളിലൊക്കെ പോകാനും ഒക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടെ എങ്ങനെയാണ് തിരുവോണത്തിന് അന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? ഓണത്തിന് മുടക്കൊന്നുമില്ല, ഫുൾ ടൈം ഉണ്ടാവും. പായസം മറ്റുള്ള 8 മണിക്ക് കൊടുക്കും, 7 മണിക്ക് കൊടുക്കും. ഏതെല്ലാം? പരിപ്പ്. എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്? 1 ലിറ്റർ 230 രൂപ പാലട. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ തന്നെ ഇത് തന്നെയാണ്. ഈ ഒരു ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് ഈ ചിപ്സ് ഇല്ലാതെ, അതായത് നമ്മുടെ
കായ വറുത്തതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് ചിറയത്ത് ബേക്കറിയാണ്. ഇത് 1 കിലോ അല്ലേ, 250 മുതലുള്ള തൂക്കമുള്ളതുണ്ട്. 250, 1 കിലോ, 1 കിലോ. പിന്നെ ആവശ്യക്കാർക്ക് അനുസൃതമായി എത്ര കിലോ വേണമെങ്കിലും കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചക്ക വറുത്തതൊക്കെ ചിറയത്ത് ബേക്കറി ഏകദേശം 200 ഗ്രാമിനാണ് വരുന്നത്. 200 ഗ്രാം 120 രൂപയാണ് വരുന്നത്. കിലോ 600 വരുന്നത്. അപ്പോൾ ഒരുവിധം മലയാളികളുടെ ഈ ഒരു സമയത്ത് ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കൊക്കെ പോകുമ്പോഴും കൊടുക്കുവാൻ ഒക്കെ ആയിട്ടാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ, അതിനെ നല്ല കോംബോ പാക്കുകളൊക്കെ തന്നെയാണ് ചിറയത്ത് ബേക്കറി ഒരുക്കിയിരിക്കുന്നത്. ഓണം അങ്ങനെ കെങ്കമല്ലേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സന്തോഷമായിട്ട് ഓണത്തിൻ്റെ ആശംസകൾ നേർന്നിരിക്കുകയാണ്. മറ്റുള്ള വ്യക്തികളിലേക്കൊക്കെ ഓണവിശേഷങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഓണവിശേഷം, അരിമ്പൂരിൻ്റെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്റ്റർ ലാബാണ്. കുന്നത്തങ്ങാടിയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് ആലപ്പാട് ഹോം അപ്ലയൻസ് എന്ന സ്ഥാപനം. വർഷങ്ങളായിട്ടുള്ളൊരു പാരമ്പര്യം തന്നെയാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഫർണിച്ചർ ഐറ്റംസുകളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ, പ്രത്യേകിച്ച് ഈ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ ഓഫറുകളൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയുടെ തന്നെ ചോദിച്ചറിയാം, ഓണത്തിൻ്റെ ഓഫറുകളൊക്കെ എങ്ങനെയാണ്? ഓണത്തിന് പരമാവധി ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട്, സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക്സ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാതും ഉണ്ട്. പിന്നെ ഫാന്, മിക്സി, കുക്കർ. ഈ സ്ഥാപനം കുന്നത്തങ്ങാടിയിൽ എത്ര വർഷമായിട്ടുണ്ടാവും? 2003 വന്നതാണ്. ഇപ്പോൾ 23-23 വർഷം പിന്നിട്ടു. തീർച്ചയായിട്ടും ഈ അരിമ്പൂർ ഗ്രാമവാസികൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ഈ ഒരു പ്രത്യേകിച്ച് മുഖവരയുടെ ആവശ്യം തന്നെ ഇല്ല. ഒരുവിധ എല്ലാ ഐറ്റംസുകളും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുന്നത്തങ്ങാടിയിൽ മറ്റൊരു സ്ഥാപനങ്ങളില്ല എന്ന് തന്നെ നിസ്സംശയം പറയാം അല്ലേ? ഞാൻ ഇത്രയും വർഷമായിട്ടുണ്ട്. പുതിയ പുതിയ കടകൾ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, കസ്റ്റമർക്ക് ഒരുപാട് പേർക്ക് അറിയാം നമ്മളെ. എങ്ങനെയാണ് ഈ ഓണത്തിന്, ഓണത്തിൻ്റെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിലെ തിരക്കിൻ്റെ ഇടയിൽ? ഓണാഘോഷമൊക്കെ ചെറിയ തോതിൽ തന്നെ. കടയിൽ നിന്ന് നമുക്ക് രാവിലെ 9 മണിക്ക് വന്നാൽ വൈകുന്നേരം 9 മണി 9:30 ആകുമ്പോൾ പോകുമ്പോൾ. തിരുവോണത്തിനൊക്കെ അവധിയാണോ? എങ്ങനെയാണ്? ഓണം അവധിയാണ്. പിന്നെ അവിടെ നിന്ന് മുടക്കില്ല. ഉത്രാടത്തിന് ഈ തവണയും ഉത്രാടപ്പാച്ചിൽ തന്നെ ആയിരിക്കും അല്ലേ? അതെ. പിന്നെ പണ്ടത്തെ പോലത്തെ ഒരു പാച്ചിലൊന്നുമില്ല. ഒക്കെ കുറേ ഓൺലൈൻ മേഖലയിലേക്ക് മാറി. കച്ചവടത്തിൻ്റെ രീതി കുറച്ച് മാറിയിരിക്കുകയാണ്. പിന്നെ ഷോപ്പിംഗ് മാളുകളുടെ വർധനവ് കാരണം കുറച്ച് അങ്ങനെ നീങ്ങിയിട്ടുണ്ട് കച്ചവടം. അങ്ങനെ പോകണം. ഓണം എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. തീർച്ചയായിട്ടും അരിമ്പൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനത്തിൽ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു വീട്ടിലേക്കുള്ള, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസുകളും കിട്ടുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റു അതിഥികളിലേക്കും വ്യക്തികളിലേക്കൊക്കെ ഞങ്ങൾ ഓണവിശേഷങ്ങളായിട്ട് അരിമ്പൂരിൻ്റെ ഓണവിശേഷം കടന്നു പോവുകയാണ്. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു, ആസ്റ്റർ ലാബ്സ്, കുന്നത്തങ്ങാടി, തൃശ്ശൂർ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എറവ് ആറാങ്കല്ല് ഭാഗത്താണ്. ഓണത്തിൻ്റെ ഒരു മനോഹര നിമിഷത്തിൽ തന്നെ കടന്നു പോവുകയാണ് എല്ലാവരും. ഇങ്ങനെ ഓണത്തിരക്കായോ? ഓണത്തിൻ്റെ ആ ഒരു മൂഡിലാണ്. പേര് തങ്കപ്പൻ. ഓണത്തിരക്കായോ? ഓണത്തിരക്കെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ പച്ചക്കറിയും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് മേടിക്കാൻ പോകുന്ന സമയങ്ങൾ എത്തിയിട്ടില്ല. എങ്കിൽ കൂടി എന്നാലും കൂടിയിട്ട് ഒരു സമയം അനുസരിച്ചിട്ട് അവരൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്ത് മേടിക്കുന്നുണ്ട്. 1 കിലോ, 2 കിലോ, 3 കിലോ. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് സപ്പളക്കോ 21 കോടി ഇവിടെ വന്ന് നേടിയിട്ടുണ്ട്. കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്. സത്യാവസ്ഥ. എന്തായാലും ഓണം അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക. ഓണത്തെ 2 പേര് പാട്ട് പഠിക്കുക. ഞാനും കണ്ടോ നീയും കണ്ടോ, നിന്നെ കണ്ടാൽ ഞാനും കണ്ടോ, നിന്നെ കണ്ടാൽ എന്നെ കണ്ട എന്തു തോന്നും, നിന്നെ കണ്ട എന്തിട്ടെന്താ, നിന്നെ കണ്ട കണ്ടിട്ടെന്താ, മിണ്ടാട്ടെ മിണ്ട. പേര്
JNK കളത്തിൽ. നമസ്കാരം. എൻ്റെ പേര് അരുൺ സെൽവരാജ്. ഓണൊക്കെ അടിച്ച് വിളിക്കണം. എന്തായി ചേട്ടാ ഓണത്തിന്റെ തിരക്ക്? ഓണം അങ്ങനെ പോണു ചേട്ടാ. നമുക്ക് ഓണമില്ല. നമ്മളിങ്ങനെ മക്കളൊക്കെ മരിച്ചിട്ടുള്ള ഒരു വിഷമത്തിലിരിക്കുന്ന ആളാ. ഓണമൊന്നുമില്ല. കൂലിപ്പണിക്കാരൻ, വണ്ടി ട്രാക്ടർ പണിക്കാരനാണ്. പാടത്തെ പണി, കൃഷിപ്പണി, അങ്ങനത്തെ പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീട് അടുത്ത് എല്ലാവരും കൂട്ടുകാരന്മാരും നമുക്ക് എന്താണ് വിരുന്നിനു വിളിച്ചിട്ടും വന്നില്ല, പിണക്കമാണെന്നു ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തില്ല, പരിഭവമൊന്നും തോന്നരുത്, മാണിക്യക്കൊട്ടാരത്തിൽ വീരുന്നുണ്ണാൻ കൊതിയേറെ ഉണ്ടെൻ്റെ പൈകിളിക്ക്, പാലുണ്ട്, തേനുണ്ട്, പഴവുമുണ്ട്, നല്ല ചക്കര ചുണ്ട്, തോരുമ്മയുണ്ട്, വിരുന്നിനു വിളിച്ചിട്ടും വന്നില്ല, പിണക്കമാണെന്നു ഞാൻ അറിഞ്ഞില്ല. പാട്ട് നന്നായിട്ടുണ്ട്. വളരെ പേര് പറഞ്ഞു. വാസുദേവൻ. എന്തായാലും ഓണം ഇല്ല എന്നറിയാം, എങ്കിൽ പോലും ഓണാശംസകൾ നേരുകയാണ്. ജീവിതത്തിലെ ചില വിഷമഘട്ടങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഒരുപക്ഷെ അത് തളരാനുള്ളതല്ല, ജീവിതം മുന്നോട്ട് സഞ്ചരിക്കാനുള്ളതാണ്. അത് പെട്ടെന്ന് ആൾ ഇങ്ങനെ 2.5 കൊല്ലം അശ്വിനില്ലായിരുന്നു. അതിൽ നമ്മളിങ്ങനെ തളർന്നു. ഒരിക്കലും തളരരുത്. ലൈഫ് അങ്ങനെയാണ്. നമ്മൾ ഒരുപക്ഷെ ദൈവം മറ്റൊരു പദ്ധതി നമ്മളിലേക്ക് എത്തിക്കുകയായിരിക്കും കേട്ടോ. പക്ഷെ വീട്ടിൽ വേറെ ഇപ്പം ആരുള്ളത്? മകളുണ്ട്, മകള് കുട്ടിയുണ്ട്, ഭാര്യ, ഞാൻ. ജോലിയൊക്കെ ഉണ്ടോ അപ്പോൾ? പാടത്ത് ട്രാക്ടർ ഓടിക്കുന്ന പണി. സീസൺ ആയോ? ഇനിയിപ്പോൾ സീസൺ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഓണം ഇല്ലെങ്കിൽ പോലും ഓണാശംസകൾ നേരുന്നു. ഒരുപാട് സന്തോഷം. നമുക്കറിയാം, ഓരോ ഭാഗ്യപരീക്ഷണങ്ങളുടെയാണ് ജീവിതം എന്നറിയാം. നമുക്ക് ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണെന്നാണ് പ്രദേശവാസി. പേര്? ബാബു. എത്ര നാളായി ഈ രംഗത്ത്? 15 വർഷങ്ങളായി. ലോട്ടറി ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ഈ 50 പിന്നെ വളരെ കുറവാണ് പ്രൈസ് കിട്ടുന്നത്. ആദ്യമൊക്കെ വലിയ പ്രൈസായിരുന്നു, 40 ഉള്ളപ്പോൾ നല്ല പ്രൈസായിരുന്നു. ഇപ്പോൾ 50 പിന്നെ വളരെ കുറവാണ്. കുറച്ച് കൂട്ടിക്കിടുന്ന സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. എങ്ങനെയാണ് ഈ പ്രാവശ്യം ആഘോഷം? അടിച്ചു പൊളിക്കുകയാണ്, തകർക്കാണ്. പ്രാവശ്യം ബോണസ് 7500 രൂപ സർക്കാരിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അതിഥിയിലേക്കൊക്കെ എത്തുകയാണ്. എന്താ പേര്? ജോസ്. എന്ത് ചെയ്യണേ? വർക്ക് പണിയാ. പണിയുണ്ടായോ? ആ. അപ്പോൾ ഓണത്തിന്റെ തിരക്ക് എങ്ങനെയായി? അടിച്ചു പൊളിക്കാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിളക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ, മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വട്ടം കളയരുതേ, നീ എന്ന് പറ്റി കുഞ്ഞു നുറുങ്ങുവട്ടം, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താ പേര്? അനഘ. ഇവിടെ തന്നെയാ വീട്. ഓണാഘോഷമൊക്കെ എങ്ങനെ ഇവിടെ വരെ ഉഷാറായി ആഘോഷിക്കുക. അപ്പോൾ ഓണത്തിന്റെ തിരക്കിലാണോ? ഓണത്തിന്റെ തിരക്കിലാണ്. സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. എന്താ പേര്? അശ്വതി. സ്ഥലം എവിടെയാ? അറിവിൽ തന്നെ. 6 ഈ പ്രാവശ്യം എങ്ങനെ ഓണാഘോഷം എങ്ങനെയാണ് ക്രമീകരിക്കണേ? വീട്ടിൽ
തന്നെയല്ലേ? ആ വീട്ടിൽ തന്നെ. സദ്യ കാര്യങ്ങളൊക്കെ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. വാങ്ങാൻ പോവാണ്. ഡ്രസ്സൊക്കെയോ? ഡ്രസ്സൊക്കെ എടുത്തു. ഓണ സാധനങ്ങളാണല്ലേ? എന്താ ചെയ്യണേ? ഞാനൊരു വീട്ടിൽ പണിക്ക് പോകണ്ടായിരുന്നു. പേര്? സാന്ദ്ര. പഠിക്കണോ? അല്ല, ഞാൻ ലാബ് ടെക്നീഷ്യൻ. എവിടെ സ്ഥലം എവിടെയാ? ഇവിടെ തന്നെയാ. എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഒരുമിച്ച് തന്നെയാണോ രണ്ടുപേരും? ഹാപ്പി ആണോ? ഹാപ്പി ആണോ? അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ.